വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മുടെ ഈ ഒരു മിഷൻ ലോക്കോ പൈലറ്റ് ക്ലാസ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മുടെ ഫിസിക്സിലെ കുറച്ചധികം ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്, മോഷൻ. അപ്പം ഇതിൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ALP എക്സാമിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു RRB ALP കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ 2 നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, മോഷൻ, ഫിസിക്സിലെ മോഷനെ പറ്റിയാണ് പഠിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ഒരു ബോഡി മോഷനിലാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുക? ഓക്കെ, അപ്പം ആ ഒരു ഫുൾ നമ്മൾ മോഷനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രീ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ട്രീ മോഷനിലാണോ? അല്ല, അതവിടെ നിൽക്കുക തന്നെയാണ്. വണ്ടി ഇവിടെ നോക്കിയേ, വണ്ടി ഇവിടെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുവാണ്, കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോഴും ഞാൻ ഇവിടെ നിൽക്കുവാണ്. അപ്പൊ എന്റെ ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, എന്റെ പൊസിഷൻ മാറുന്നില്ല. എന്റെ പൊസിഷൻ ദാ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണെങ്കിൽ എന്റെ ബോഡി എന്തിലാണെന്ന് പറയാം? മോഷനിലാണെന്ന് പറയാം. ഇവിടെ ട്രീയുടെ പൊസിഷൻ ഒരു കാരണവശാലും മാറുന്നില്ല. അപ്പൊ ട്രീ എന്തിലാണ്? റെസ്റ്റിലാണ്. കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർ എന്തിലാണെന്ന് പറയാം? മോഷനിലാണെന്ന് പറയാം. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം എന്താണ് റെസ്റ്റ്? ഓബ്ജക്ട്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സറൗണ്ടിങ്. സറൗണ്ടിങ്ങിനനുസരിച്ച് ഓബ്ജക്റ്റിന്റെ പൊസിഷൻ മാറിയില്ലെങ്കിൽ ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. അതേസമയം എന്താണ്, ഓബ്ജക്ട്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു അത് സറൗണ്ടിങ്, അതിനനുസരിച്ച് സറൗണ്ടിങ്ങിനനുസരിച്ച് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ ഓബ്ജക്റ്റ് എന്തിലാണെന്ന് പറയാം? മോഷനിലാണെന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ എക്സാം ഓറിയന്റ് ആയിട്ട് പഠിക്കാൻ നേരത്ത്, നമ്മൾ മെയിൻലി നമ്മുടെ ALP എക്സാമിന് പഠിക്കാൻ നേരത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു പോർഷനിൽ നിന്നും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ, ഇത് നമ്മൾ ഗ്രാഫ് ഒക്കെ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആ 3 ഇക്വേഷൻസ് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, കാണാതെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ 3 ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്കത് വേണം. ഓക്കെ, അപ്പം ആ 3 ഇക്വേഷൻസ് ഞാനൊന്ന് പറയുവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. 3 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഇക്വേഷൻസ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് അതിലുള്ള ടേംസുകൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഓക്കെ, അതില് ടി എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നമുക്കറിയാം. എന്താ ടി എന്ന് പറയുന്നത്? എന്താണ്? ടൈമാണ്. ഓക്കെ, അതേപോലെ തന്നെ എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ആക്സിലറേഷനെയാണ് എ വെച്ചിട്ട്. ഓക്കെ, ഒരു ഓബ്ജക്റ്റ് ടൈമിനനുസരിച്ച് അതിന്റെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുവാണെങ്കിൽ, വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ആക്സിലറേറ്റഡ് ആയെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എ വെച്ചിട്ടാണ്. പിന്നെ 2 വെലോസിറ്റികളുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി. എന്തായാലും വണ്ടി കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ ഈ വെലോസിറ്റി മാറി മാറി വരും. പിന്നെ മാറി മാറി വരുന്ന ആ വെലോസിറ്റിനെയാണ് നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. തുടക്കത്തിലുള്ള വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി, അതിനെ യു വെച്ച് റെപ്രസെന്റ് ചെയ്യുക. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ വെലോസിറ്റി മാറി മാറി വരും. അതിന് ശേഷമുള്ള വെലോസിറ്റിനെ നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ യു വി എ ടി എസ് 5 ക്വാണ്ടിറ്റീസ് നമുക്ക് വേണം ഈ ഒരു 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ ഇക്വേഷൻ ഓഫ് മോഷൻ? ആ 3 ഇക്വേഷൻസ് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തത്, ഓക്കെ, V ഈക്വൽസ് യു പ്ലസ് എ ടി. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് എന്ത്? V ഈക്വൽസ് യു പ്ലസ് എ ടി. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ S ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ 5 ക്വാണ്ടിറ്റീസിനെ ഉപയോഗിച്ച് തന്നെയാണ് ഈ 3 ഇക്വേഷൻസ് നമ്മൾ ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കി, ബി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, അപ്പം V ഈക്വൽസ് യു പ്ലസ് എ ടി,
S equals ut plus half at square, v square equals u square plus 2as. ഓക്കെ, ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, ഇനി ഈ 3 ഇക്വേഷൻസും ആരൊക്കെ തമ്മിലുള്ള റിലേഷനെയാണ് കാണിക്കുന്നത് എന്നും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ നോക്കുവാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വാണ്ടിറ്റീനെയും ലാസ്റ്റ് ക്വാണ്ടിറ്റീനെയും നിങ്ങൾ നോക്കുക. ആദ്യത്തെ ക്വാണ്ടിറ്റി ആരാ? വെലോസിറ്റി. ലാസ്റ്റ് ക്വാണ്ടിറ്റി ആരാ? ടൈം. ഇനിഷ്യൽ ആണോ ഫൈനൽ ആണോ ഒന്നും നോക്കണ്ട, ജസ്റ്റ് വെലോസിറ്റി ആൻഡ് ടൈം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ബന്ധം വെലോസിറ്റി ടൈം റിലേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. നോക്കിയേ, എസും ടിയും. അപ്പൊ ആരൊക്കെ തമ്മിലുള്ളതാ? ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള ബന്ധമാണ് രണ്ടാമത്തെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുക. മൂന്നാമത്തെയോ ഓക്കെ, ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ. മൂന്നാമത്തെ സിമ്പിൾ അല്ലേ? നോക്കിയേ, വിയും എസും ആരാ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? വെലോസിറ്റി ടൈം റിലേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനോ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ 3 ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും ഈ ഓർഡറിന് തന്നെയാണല്ലോ പഠിക്കുന്നത്. അപ്പം ആ റിലേഷനും ആരൊക്കെ തമ്മിലാണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഈ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ 3 ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, പ്രോബ്ലംസും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇക്വേഷൻ ഇതേപടി ചോദിക്കാറുണ്ട്, പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അപ്പം അടുത്തത് നമ്മൾ ഇനി പ്രോബ്ലംസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, ഇതിന്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്താണ്? ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാഷ്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുക? നോക്കിയേ, പൊസിഷൻ ടൈം റിലേഷൻ ആണോ? പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ആണോ? വെലോസിറ്റി ടൈം റിലേഷൻ ആണോ? വെലോസിറ്റി ആക്സിലറേഷൻ റിലേഷൻ ആണോ? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഏതായിരുന്നു? v ഈക്വൽസ് u പ്ലസ് at. ആരൊക്കെ തമ്മിലാണ്? v വെലോസിറ്റി ടൈം t. വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. അപ്പം ഓപ്ഷൻ അല്ലെങ്കിൽ ഉത്തരം എന്താണ്? ഏതാ? നോക്കിയേ, സി ഓപ്ഷൻ, വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. If a trolley is moving at an acceleration of 2 meter per second square, meter per second square ആരുടെ യൂണിറ്റാ? ആക്സിലറേഷന്റെ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ ആക്സിലറേഷന്റെയും ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി എല്ലാത്തിന്റെയും യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടിട്ട് വരിക. ബേസിക് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ആദ്യമേ എടുത്തതാണ്. ഓക്കെ, ഫ്രം റെസ്റ്റ്, then after 4 seconds its velocity will be, if a trolley is moving at an acceleration of 2 meter per second square from rest, then after 2 seconds its velocity will be. ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ നേരത്ത് എന്തൊക്കെയാണോ അതിൽ തന്നിട്ടുള്ളത് അത് എടുത്ത് എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. ഫ്രം റെസ്റ്റ്, റെസ്റ്റിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബോഡി റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ക്വാണ്ടിറ്റീസ് ആണ്, വി യു എ എസ് ടി. സോറി, 5 ക്വാണ്ടിറ്റീസ് ചേർത്താണല്ലോ നമ്മൾ 3 ഇക്വേഷൻസ് ഫോർമുലേറ്റ് ചെയ്തേ. ഓക്കെ, അപ്പം ഇതിൽ ഒരാൾ 0 ആവും. ഒരു വണ്ടി റെസ്റ്റിൽ നിന്നുമാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്താവും? 0 ആവും. എന്ന് പറഞ്ഞാൽ യു എന്താവും? 0 ആവും. ഒരു കാറ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം കാറ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ വേറൊരു ക്വാണ്ടിറ്റി 0 ആവും. ആരാണ്? ഫൈനൽ വെലോസിറ്റി 0 ആവും. ക്വസ്റ്റ്യനിൽ എന്തായാലും ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണ്. റെസ്റ്റിൽ നിന്നെന്ന് പറയുമ്പോൾ ആര് 0 ആണ്? ഇനിഷ്യൽ വെലോസിറ്റി യു 0 ആവും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുവാണ്. ഇഫ് എ ട്രോളി ബാഗ് ഈസ് മൂവിങ് അറ്റ് ആൻ ആക്സിലറേഷൻ 2 meter per second square എന്ന് പറഞ്ഞാൽ 2 ആരാ? എ എന്ന് പറയുന്നത് 2 meter per second square. ഓക്കെ, അടുത്തത് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ക്വാണ്ടിറ്റി 0 ആണ്. ആരാണ്? നമ്മുടെ യു. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്.
അപ്പം u എന്താണ് 0 ആണ്. ഓക്കെ, then after 4 seconds ടൈം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 സെക്കൻഡ്. അപ്പൊ ടൈം നിങ്ങൾ എഴുതുക 4 സെക്കൻഡ്. and അല്ലല്ലോ, its velocity will be, okay, 4 seconds its velocity will be, ഒരു വെലോസിറ്റി 0, അപ്പൊ പിന്നെ മറ്റേ വെലോസിറ്റി അത് ആരെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? v. u 0. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പം കണ്ടുപിടിക്കേണ്ട ആരെയാ? v, ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഏകദേശം ഒരുപോലത്തേക്ക് ഓപ്ഷൻസ് ആണ്, യൂണിറ്റ് മാറ്റിയും തിരിച്ചും തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പം അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ക്ലാസ് കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ആരൊക്കെയുണ്ട്? വി ഇല്ല, ടി ഉണ്ട്, എ ഉണ്ട്, യു ഉണ്ട്. എസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇക്വേഷൻ എടുക്കണോ? എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കണോ? വേണ്ട, കാരണം ഇവിടെ എസിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ഇക്വേഷൻ എടുക്കണോ? വേണ്ട. വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as, അതിലും എസ് ഉണ്ട്. എസിനെ പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ആ രണ്ട് ഇക്വേഷൻസ് എടുക്കണ്ട, ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. എന്തുവാ? വി ഈക്വൽസ് യു പ്ലസ് എ ടി. ക്ലിയർ ആണോ? ഇതില് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. യു ഓൾറെഡി 0 ആണ്, എ തന്നിട്ടുണ്ട് 2, ടൈം തന്നിട്ടുണ്ട് 4. ഓക്കെ, എത്ര കിട്ടും? 0 പ്ലസ് 8. ഓക്കെ, യൂണിറ്റ് എന്തുവാ? ഇവിടെ 8 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. ഏതാ ഉത്തരം? നമ്മൾ കണ്ടുപിടിച്ചത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തുവാ? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആരുടെയാ? അത് ആക്സിലറേഷന്റെയാ. അപ്പം 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ല, മീറ്റർ പെർ സെക്കൻഡ് ആണ്. 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് ഒക്കെ കൃത്യമായിട്ട് അറിയണം. ഇങ്ങനെ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ്സ് ഒക്കെ മാറ്റിയൊക്കെ തരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതേപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വായിച്ചു നോക്കുക, തന്നേക്കുന്ന ക്വാണ്ടിറ്റീസ് ജസ്റ്റ് ഒന്ന് നോക്കുക, അത് ഏത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ കിട്ടും എന്ന് മാത്രം നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ ഇത്രയും? ഓക്കെ, ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഓൺ എ ലേക്ക് in a straight line at a constant acceleration rate of 3 meter per second square for 8 seconds. How far does the boat travel during this time? Okay, question വായിക്കുക, അതിൽ തന്നേക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഓക്കെ, നോക്കുക. എ ബോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. ബോട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇവിടെ ആര് 0യാ? റെസ്റ്റിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ആര് 0യാ? യു 0. On a lake in a straight line at a constant acceleration rate of 3 meter per second square. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, a equals 3 meter per second square. Okay, for 8 second. ടൈമും ഇവിടെ തന്നിട്ടുണ്ട് 8 second. Okay, കണ്ടുപിടിക്കേണ്ടത് how far does the boat travel during this time? How far, എത്ര ദൂരം. അപ്പൊ ആരെയാ കണ്ടുപിടിക്കണ്ടേ? ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അറിയാം, അതേപോലെ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് അറിയാവുന്നത്. ഇത് രണ്ടിൽ ഏത് നിങ്ങൾ എടുക്കും? ഓക്കെ, ഇതിൽ വി ഒന്നും തന്നിട്ടില്ല. വി തന്നിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത് എടുക്കണമെന്നില്ല. ഏതെടുത്താൽ മതി? രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്താൽ മതി. ഓക്കെ, ഏതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ? എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, യു 0 ആണല്ലോ, 0 ഇൻറ്റു ടി എന്തുവാ? 0. അപ്പൊ ഈ ക്വാണ്ടിറ്റി ഫുൾ ടേം 0 ആയിപ്പോ. ഓക്കെ, 0 പ്ലസ് ഹാഫ് എ എത്രയാ? 3 അല്ലേ? 3. എ 3. ടൈം ഇവിടെ തന്നിട്ടുണ്ട് 8 സ്ക്വയർ ആണ്. ഓക്കെ, എത്ര കിട്ടും ആൻസർ? 4 32 ഇൻറ്റു 3 എത്ര വരും? 96. ഓക്കെ, ഓക്കെ, ഓപ്ഷൻസ് എല്ലാം സെയിം ആണ്. ഓക്കെ, 96 ആണ്. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എന്തുവാ? ദൂരമാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എത്രയാണ്? യൂണിറ്റ് എന്താണ്? മീറ്റർ. അപ്പൊ ഉത്തരം എന്തുവാ? 96 മീറ്റർ. നമ്മൾ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഓപ്ഷൻസ് പലതും തന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരം എന്താണ്? സി ഓപ്ഷൻ ആണ്. 96 മീറ്റർ ആണ് ആൻസർ എന്ന് പറയും. ഓക്കെ,
ക്ലിയർ ആണല്ലോ? ഞാൻ ക്ലീൻ ചെയ്യാണ്, അടുത്ത പേജ് എടുക്കുവാണേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കുക, അതിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് മാർക്ക് ചെയ്യുക ചെയ്യാം. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യമുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഓക്കെ, ഇഫ് എ കാർ അറ്റ്, വീണ്ടും സെയിം റെസ്റ്റ്. ഓക്കെ, റെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇഫ് എ കാർ അറ്റ് റെസ്റ്റ് ആക്സിലറേറ്റ്സ് യൂണിഫോം അറ്റ് എ സ്പീഡ് ഓഫ് 144 km/h. ഓക്കെ, km/h ആണ് യൂണിറ്റ്. ഓക്കെ, ടൈം സെക്കൻഡിലാണല്ലോ, നമ്മൾ എപ്പോഴും SI യൂണിറ്റിലാണല്ലോ എല്ലാം കണ്ടുപിടിച്ചത്, മീറ്റർ, സെക്കൻഡ് അങ്ങനെയൊക്കെയല്ലേ കണ്ടുപിടിച്ചത്. പക്ഷെ ഇവിടെ നോക്കിയേ, km/h. km/h ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് എന്ത് ചെയ്യണം, ആ km/hനെ m/s ആക്കാം. ഓക്കെ, km/hനെ m/s ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എളുപ്പം വഴിയാണ് എന്ത് ചെയ്യുക, ഈ km/hനെ എന്ത് ചെയ്യുക, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ m/s കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 36 km/h, ഇതിനെ m/s ആക്കണം. എന്ത് ചെയ്യാം, 36 × 5/18 ചെയ്യാം. ഓക്കെ, രണ്ടില് കട്ടാവും. ഓക്കെ, എത്ര വരും, 10 m/s. ഓക്കെ, അപ്പം 36 km/h എന്ന് പറയുന്നത് 10 m/s തുല്യമാണ്. ഓക്കെ, അതേപോലെ ക്വസ്റ്റ്യൻ 90 km/h m/s ആക്കണം. എന്ത് ചെയ്യുക, 90നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് എത്രയില് പോവും, 5ല് പോകത്തില്ലേ, 5. ഓക്കെ, 5ല് പോവും. ഓക്കെ, അപ്പൊ എത്ര വരും, 25 എന്താണ്, m/s വരും. ഓക്കെ, സെയിം 144 km/h നിങ്ങൾ എന്ത് ചെയ്യുക, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 18. ഓക്കെ, എത്ര വരും, 40 m/s വരും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം അതിൽ 40 m/s കിട്ടും. അതേപോലെ ബോഡി റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ എസ് കവർ ചെയ്തിട്ട് ഈ ഇത്രയും ഓപ്ഷനിൽ ഏതാണെന്ന് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. 3 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതിലാണോ ഇക്വേഷൻ, ഏതാണോ ചൂസ് ചെയ്യേണ്ട ആ ഇക്വേഷൻ എടുക്കുക, സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആൻസർ താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ km/hനെ m/s ആക്കാൻ എന്ത് ചെയ്യുക, ഇൻറ്റു 5/18 വെച്ച് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത് m/s ആവും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഗ്രാഫുകളാണ് നോക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ്, കുറച്ച് ഗ്രാഫുകൾ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ പടങ്ങൾ ജസ്റ്റ് നോക്കുക, ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് y ആക്സിസ്, ഇതെന്താണ് x ആക്സിസ്. അപ്പൊ x ആക്സിസ് ടൈമും y ആക്സിസിൽ പൊസിഷനും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ജസ്റ്റ് ഈ ഒരു പടം പറയാം. ഓക്കെ, പൊസിഷനും ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, സമയം ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, സമയം പൊക്കോണ്ടിരിക്കുന്നു, പക്ഷേ പൊസിഷൻ 2 തന്നെയാണ്. ഓക്കെ, പൊസിഷൻ ഞാൻ ജസ്റ്റ് 2 വരച്ചു, ടൈം ഞാൻ മാറ്റി മാറ്റി കൊടുത്തു. അപ്പൊ ടൈം 1, 2, 3, 4 ആവുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, പൊസിഷൻ മാറുന്നില്ല, 2ൽ തന്നെ നിൽക്കുവാണ്. എന്ന് പറഞ്ഞാൽ ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഓബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും കാണിക്കുക. ടൈം പോകുന്നു, പൊസിഷൻ മാറുന്നില്ല, 2ൽ തന്നെ നിൽക്കുക. 1 ആയാലും 2, 2 ആയാലും 2, 3 ആയാലും 2, മാറുന്നേ ഇല്ല. അപ്പൊ ബോഡി അറ്റ് റെസ്റ്റ് ആണ്. ഓക്കെ, ഈ ഗ്രാഫ് നോക്കിയേ. ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബോഡി റെസ്റ്റിലല്ല, മോഷനിലാണ്. കാരണം എന്താ, ഓക്കെ, ടൈം മാറുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പൊസിഷൻ മാറുന്നുണ്ട്. ഓക്കെ, ടൈം മാറുന്ന അനുസരിച്ച് പൊസിഷൻ മാറുന്നുണ്ട്. 1, 2, 3 ആകുമ്പോൾ ഇവിടെ 2, 4, 6. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്തായാലും നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്തിലാണ്, മോഷനിലാണ്. എന്ത് മോഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം മോഷൻ. എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് ഇവിടെ ഉള്ള വ്യത്യാസം നോക്കിയ പൊസിഷനിൽ ഇവിടുത്തെ വ്യത്യാസം 2, 4ൽ നിന്നും 6 ആയി 2.
ഓക്കെ, എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് പൊസിഷനിൽ ഉണ്ടാകുന്ന മാറ്റം തുല്യമാണെങ്കിൽ നമ്മുടെ ബോഡി എന്തിലാണെന്ന് പറയാം? യൂണിഫോം മോഷനിലാണെന്ന് പറയാം. ടൈമിനനുസരിച്ച് പൊസിഷനിൽ മാറ്റം ഇല്ലെങ്കിൽ അത് എന്താണ്? റെസ്റ്റ്. ടൈമിനനുസരിച്ച് പൊസിഷനിൽ മാറ്റം ഉണ്ടെങ്കിൽ മോഷൻ. ടൈമിനനുസരിച്ച് പൊസിഷനിലുള്ള മാറ്റം തുല്യമാണെങ്കിൽ അത് എന്താണ്? യൂണിഫോം മോഷൻ. ഓക്കെ, അതുപോലെ ജസ്റ്റ് നോക്കിയേ, ഇത് യൂണിഫോം മോഷൻ അല്ല, നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ കേർവ്ഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പം സാധാ മോഷൻ ആയിരുന്നെങ്കിൽ, സാധാ മോഷൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോൾ നമ്മൾ പറയുന്നത് യൂണിഫോം മോഷൻ. എപ്പോഴാ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്? ഇവിടുത്തെ ഡിഫറൻസ് തുല്യമായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. അത് യൂണിഫോം മോഷൻ ആണ്. അല്ലാതെ നോർമൽ മോഷൻ ആണെങ്കിൽ ഇതാ ഇതുപോലെ ഇരുന്നത്. ഓക്കെ, നോൺ യൂണിഫോം മോഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ ഈസ് ഇൻക്രീസിങ്. പൊസിഷനിലുള്ള ചേഞ്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നോക്കിയേ, ഈ ഒരു ഗ്രാഫ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഡിക്രീസിങ് ആണെങ്കിൽ എങ്ങനെയാണ്? തിരിഞ്ഞ് താഴോട്ട് വരിക ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രാഫ് മാത്രം ബോഡി അറ്റ് റെസ്റ്റ് ആണ്, ബാക്കി മൂന്നും ബോഡി അറ്റ് മോഷൻ ആണ്. ഇത് യൂണിഫോം മോഷൻ, ബാക്കി രണ്ടും എന്താണ്? നോൺ യൂണിഫോം മോഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ജസ്റ്റ് ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഇപ്പം ഗ്രാഫുകളുടെ ചിലപ്പം ഏരിയ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് അതേപോലെ തന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഏരിയ കണ്ടുപിടിക്കാനാണ് സപ്പോസ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പൊസിഷൻ ഇൻറ്റു ടൈം ചെയ്യുക. ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളടുത്ത് സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാം. പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പൊസിഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഇല്ല. അപ്പൊ ഏരിയ കണ്ടുപിടിച്ചാലും നമുക്ക് ഫിസിക്സിൽ വേറൊരു ക്വാണ്ടിറ്റി കിട്ടാൻ പോണില്ല. ഓക്കെ, അപ്പൊ ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പൊസിഷൻ ബൈ ടൈം. പൊസിഷൻ ബൈ ടൈം, പൊസിഷനിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആരാ? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ്. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. പൊസിഷനിൽ ഉണ്ടാവുന്ന മാറ്റത്തെ നമുക്ക് ഡിസ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നോ പറയാം. അപ്പം ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിലോ വെലോസിറ്റി. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? സ്പീഡോ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സ്പീഡോ വെലോസിറ്റി ആയിരിക്കും. ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിലെ വേറെ ഒരു ക്വാണ്ടിറ്റീസും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എടുക്കുമ്പോൾ സ്പീഡോ വെലോസിറ്റിയോ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കാരണം പൊസിഷൻ ഇൻറ്റു ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം, ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ടൈം, അങ്ങനെ എന്തെങ്കിലും ക്വാണ്ടിറ്റി മൈൻഡിൽ വരുന്നോ? ഇല്ലല്ലോ. ഫിസിക്സിൽ വേറെ ക്വാണ്ടിറ്റീസ് ഒന്നും വരത്തില്ല. അപ്പം സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോ വെലോസിറ്റിയോ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഏരിയ എടുക്കാൻ പറഞ്ഞാൽ ഇപ്പം ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെയാണ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയും, രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അടുത്ത നോക്കിയേ, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ടൈം എക്സ് ആക്സിസിലും വെലോസിറ്റി വൈ ആക്സിസിലും വരിക. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? ടൈം പോയിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റിയിൽ മാറ്റമില്ല. ഇതെന്താണ്? കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, ഇനി ടൈം പൊക്കോണ്ടിരിക്കുന്നു, വെലോസിറ്റിയിൽ മാറ്റമുണ്ട്. അപ്പൊ ഇവിടെ വെലോസിറ്റി എന്ത് ചെയ്യാണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈമിനനുസരിച്ച് വെലോസിറ്റി വേരി ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് അനുഭവപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ. അപ്പം ഇത് ടൈമിനനുസരിച്ച് വെലോസിറ്റി മാറുന്നുണ്ട്. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി മാറുന്നുണ്ട്. വെലോസിറ്റി മാറുവാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷെ ടൈമിനനുസരിച്ച് വെലോസിറ്റിയിലുള്ള മാറ്റം തുല്യമായിട്ട് വന്നുകൊണ്ടാണ് ഇത് സ്ട്രെയിറ്റ് ലൈൻ വന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്നേനായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താണ്? നമ്മുടെ യൂണിഫോം ആക്സിലറേഷൻ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതെന്താണ്? ഇത് ഇൻക്രീസിങ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഗ്രാഫ് ജസ്റ്റ് എന്ത് ചെയ്തത്? ഒന്ന് ബെൻഡ് ചെയ്തിട്ട്, മീൻസ് കർവ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷൻ ആണ്. കാരണം ടൈമിനനുസരിച്ച് വെലോസിറ്റിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? ആക്സിലറേറ്റഡ് ആവും. ഓക്കെ, അപ്പം അതാണ് ആക്സിലറേഷൻ കാണിക്കുന്ന ഗ്രാഫാണ് ഇത്. ഇനി സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടായ മാറ്റം തുല്യമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 2, 4, 6, 2ൽ നിന്ന് 4 ആയി 6 ആയി.
അപ്പൊ അവിടെ വെലോസിറ്റിയിൽ മാറ്റമുണ്ട്, പക്ഷെ വെലോസിറ്റിയിൽ ഉണ്ടായ മാറ്റം തുല്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതെന്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയും. സെയിം വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിങ്ങൾക്ക് ഏരിയയും സ്ലോപ്പും കണ്ടുപിടിക്കാം. ഏരിയയും സ്ലോപ്പും. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, വെലോസിറ്റി ബൈ ടൈമോ ആക്സിലറേഷൻ. ഓക്കെ, അപ്പം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റും. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആക്സിലറേഷനും ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിന് നമുക്ക് രണ്ടും ഉണ്ട്. എന്താണ്? ഏരിയ എടുത്താലും നമുക്കൊരു ഫിസിക്സിൽ ഒരു ക്വാണ്ടിറ്റി കിട്ടും, എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. സ്ലോപ്പ് എടുത്താലും നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടും, ആക്സിലറേഷൻ. ഓക്കെ, അടുത്തത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ ഈ ഒരു പടം നോക്കിയേ. ടൈം തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷനിൽ ഒരു മാറ്റവും ഇല്ല, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതെന്തുവാ? ഇത് യൂണിഫോം ആക്സിലറേഷൻ. സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം തുല്യമാണെങ്കിൽ അതെന്താണ്? യൂണിഫോം ആക്സിലറേഷൻ. ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ഈ വരച്ചേക്കുന്ന ടൈമിനനുസരിച്ച് ആക്സിലറേഷനിൽ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ ഓക്കെ, ഇത് യൂണിഫോം. ഇവിടെ കോൺസ്റ്റന്റ് അല്ല, നിങ്ങൾ യൂണിഫോം തന്നെ പഠിക്കുക. യൂണിഫോം, ഇത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം തുല്യമാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. ഓക്കെ, സമയത്തിനനുസരിച്ച് ആക്സിലറേഷനിൽ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് തന്നെ പഠിക്കുക. ഇത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഓക്കെ, കോൺസ്റ്റന്റ് യൂണിഫോം തമ്മിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് ടൈമിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം തുല്യമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. ഓക്കെ, ടൈമിനനുസരിച്ച് ആക്സിലറേഷനിൽ മാറ്റമില്ലെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ്, നമ്മൾ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഇങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് ഏരിയയും സ്ലോപ്പും എടുക്കാം. ഓക്കെ, ഏരിയ എടുക്കുമ്പോൾ എന്ത് വരും? ഏരിയ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടി, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എ ബൈ ടി. ഓക്കെ, എ ഇൻറ്റു ടി എന്തുവാണ്? ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ഓക്കെ, ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ത് കിട്ടും? വെലോസിറ്റി. അപ്പോൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ജെർക്കാണ്. ഓക്കെ, ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എ ബൈ ടി, സമയത്തിനനുസരിച്ച് ആക്സിലറേഷനിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ജെർക്ക് എന്നാണ് പറയുന്നത്, ജെർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു എന്താണ് ഗ്രാഫിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒന്നുകിൽ സ്പീഡോ വെലോസിറ്റിയോ കിട്ടും. ഓക്കെ, ഇനി സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ കിട്ടും. ഇനി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പോഴേ മൾട്ടിപ്ലൈ ചെയ്യുക, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഡിവൈഡ് ചെയ്യുക. അപ്പൊ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ടി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? വെലോസിറ്റി. ഓക്കെ, ഇനി സെയിം എന്താണ്? സ്ലോപ്പ്, അത് ഇവിടെ കൊടുത്തിട്ടില്ല. സ്ലോപ്പ് അണ്ടർ, സോറി ഇത് വെലോസിറ്റി അല്ലല്ലോ, ആക്സിലറേഷൻ. ഓക്കെ, ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ ഒന്ന് തിരുത്തണേ. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ എന്താണ്? വെലോസിറ്റി. അതേപോലെ സ്ലോപ്പ് അണ്ടർ സെയിം ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ എന്ത് കിട്ടും? അത് ഗീവ്സ് ജെർക്ക്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എ ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? ജെർക്ക. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. ഇത് എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ആ ഗ്രാഫിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇതാണ്. ഇത് ഇതേപോലെ പഠിക്കുക. ഓക്കെ, സ്ലോപ്പ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ഏരിയ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ,
അപ്പൊ നമ്മുടെ റെയിൽവേ എക്സാംസിന്റെ ഒക്കെ റെഗുലർ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്ലാസ്സസ് ഓക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പൊ ഇതില് ലൈവ് ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അപ്പം വന്ന് എന്താ ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അല്ല നിങ്ങൾക്ക് അപ്പം ടൈം ഇല്ല പിന്നെയാണ് കാണാന്ന് മീൻസ് അത് എന്താണ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഓരോ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് PDF നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദിശ ലേണിംഗ് ആപ്പിലെ മോക്ക് ടെക്സ്റ്റുകൾ ടീച്ചേഴ്സ് അതാത് ക്ലാസ്സുകൾ എന്താണ് എടുത്തിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ വീക്ക് ആണോ, കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യണം, അതൊക്കെ നമുക്ക് മോക്ക് എക്സാമിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ PYQ ഡിസ്കഷൻസ് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും കാര്യങ്ങളും എല്ലാം. പിന്നെ നിങ്ങളുടെ എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ക്ലാസ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ മെന്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഒരു RRB ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലർ ബാച്ച് ആണ്. അപ്പം അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തേക്കുന്ന 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം വീണ്ടും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റൈൽ മോഷൻ. എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു ഓബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഓബ്ജക്റ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ മറ്റേ ജാവലിൻ ത്രോ ഉണ്ടല്ലോ, ജാവലിൻ ത്രോ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്ത് അത് വന്ന് വീഴുന്ന അതിന്റെ പാത്ത് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഒരു ഓബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് വന്ന് താഴെ വന്നിട്ട് എത്തുന്നത് ഗ്രൗണ്ടിൽ വന്ന് എത്തുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിലായിരിക്കും നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുക, അത് ഗ്രൗണ്ടിൽ അവസാനം വന്ന് എത്തും. ഈ ഒരു പാത്തിലായിരിക്കും അത് സഞ്ചരിച്ച് എത്തുന്നത്. ഈ പാത്തിന്റെ ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പരാബോള. ഈ ഒരു ഷേപ്പാണ് പരാബോള ഷേപ്പ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റൈൽ മോഷനിലെ പാത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരാബോളയാണ്. പാത്തിനെ നമുക്ക് ട്രാജക്ടറി എന്ന് പറയാം. പാത്തോ ട്രാജക്ടറിയോ ഏത് ഷേപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്, പരാബോള ഷേപ്പാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജസ്റ്റ് ഒരു ഫിഗറും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഒരു ഇനിഷ്യൽ വെലോസിറ്റി യുയിലാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ മോഷനും ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ മോഷനും ഉണ്ടാവും. മുകളിലോട്ട് ഒബ്ജക്റ്റിന് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ടും പോകുന്നുണ്ട്, എന്നാൽ നേരെയും പോകുന്നുണ്ട്. അങ്ങനെയല്ലേ ഈ ഒരു ഷേപ്പ് വരിക. അപ്പൊ മുകളിലോട്ട് ഒരു കമ്പോണന്റ് ഉണ്ട്, വെർട്ടിക്കൽ ആയിട്ട് ഒരു കമ്പോണന്റ് ഉണ്ട്, ഹൊറിസോണ്ടലി ഒരു കമ്പോണന്റ് ഉണ്ട്. വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പം ഈ ഇനിഷ്യൽ വെലോസിറ്റിനെ നമുക്ക് 2 കമ്പോണൻസ് ആക്കാം. ഇനിഷ്യൽ വെലോസിറ്റി യുവിനെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റയും ആക്കാം. അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിനെ എന്താണ്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള യു കോസ് തീറ്റ, അതേപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റ ആക്കാം. ഇനി ഇത് ഏറ്റവും ടോപ്പിലെത്തിയെന്ന് വിചാരിക്കുക. ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒബ്ജക്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതാണ് അതിന്റെ മാക്സിമം ഹൈറ്റ്. അപ്പം ഈ ഹൈറ്റിൽ എത്തുമ്പം സത്യം പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് മുകളിലോട്ട് ഹൈറ്റിലോട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്ന അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ അങ്ങ് 0 അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഏറ്റവും ടോപ്പ് ഹൈറ്റിൽ, ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എന്താണ്, നമ്മുടെ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ എന്ന് പറയുന്ന 0 അപ്പോഴും ആരുണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. ഇനി താഴോട്ട് വരുമ്പോഴോ വീണ്ടും വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്, പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് ഇനി താഴോട്ടാ. ഈ ഒരു മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുക, താഴോട്ടാ വരിക. അതിൽ കൂടുതൽ ഇനി ഹൈറ്റ് പോകാൻ പറ്റത്തില്ല. താഴോട്ട് വരുമ്പോൾ പിന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ത് ചെയ്യും, വെർട്ടിക്കൽ കമ്പോണന്റ് ഇങ്ങനെ താഴോട്ട് വരും വെർട്ടിക്കൽ കമ്പോണന്റ്.
ഇവിടെ എല്ലാം എന്തുകൊണ്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എപ്പോഴും ഉണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എപ്പോഴും ഉണ്ട്, അങ്ങോട്ടായിരിക്കും. ഓക്കെ, എപ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇങ്ങോട്ടായിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടം കഴിഞ്ഞാൽ പിന്നെ താഴോട്ടായിരിക്കും വെർട്ടിക്കൽ കമ്പോണന്റ്, ഇവിടം വരെ മുകളിലോട്ടായിരിക്കും വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താവും? 0 ആവും. എല്ലായിടത്തും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് 3 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ആ 3 ഇക്വേഷൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓബ്ജക്റ്റിന് എത്തിപ്പെടാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഉണ്ടല്ലോ, അതാണ് ദാ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മാക്സിമം ഹൈറ്റ് h. ഓക്കെ, ഇനി ജാവലിൻ ത്രോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ഇവിടുന്ന് പ്രൊജക്ട് ചെയ്തു, അത് ഗ്രൗണ്ടിൽ എത്തി, എത്ര ദൂരം? ഓക്കെ, ദാ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്ത ഓബ്ജക്റ്റ് ദാ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ ഗ്രൗണ്ടിൽ എത്തി. ഓക്കെ, ഈ ദൂരം, ഈ ഡിസ്റ്റൻസ്, അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും. ഓക്കെ, ഈ ഓബ്ജക്റ്റിന് എത്തിപ്പെടാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ആണ് നമ്മൾ മാക്സിമം ഹൈറ്റ് h എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഈ ഓബ്ജക്റ്റിന് സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം ദൂരമാണ് ഹൊറിസോണ്ടൽ റേഞ്ച് r എന്ന് പറയും. ഇനി ഈ പ്രൊജക്ട് ചെയ്ത സംഭവം ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടി കുറച്ച് സമയവും കൂടെ എടുക്കൂലേ, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് t. അപ്പൊ നമുക്ക് 3 പേരുടെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, h ഉം r ഉം t ഉം. ഓബ്ജക്റ്റ് എത്തുന്ന മാക്സിമം ഹൈറ്റ് h, ഇനി ഓബ്ജക്റ്റ് ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടി ആ ഒരു മാക്സിമം ദൂരം, അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഓക്കെ, ടൈം, അത് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം. ഈ 3 ക്വാണ്ടിറ്റീസിന്റെയും ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ആ ഇക്വേഷൻ കൂടെ ഞാൻ ജസ്റ്റ് പറയുവാണ്. മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. ടൈം നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയും. ഈ 3 ക്വാണ്ടിറ്റീസിന്റെ ഇക്വേഷനും കൂടെ ജസ്റ്റ് ഞാൻ പറയുവാണ്. ഓക്കെ, ഇനി ഈ പൊക്കോണ്ടിരിക്കുന്ന ഓബ്ജക്റ്റിനെ സ്വാഭാവികമായിട്ട് നമ്മൾ എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച്. അപ്പം നമ്മുടെ ഓബ്ജക്റ്റ് ആക്സിലറേറ്റഡ് ആവുന്നുണ്ട്, ഒരു g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻസിലെല്ലാം നമുക്ക് ജീനെയും കാണാം. ഓക്കെ, ഒരു ഓബ്ജക്റ്റ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ആരുടെ കൺട്രോളിലും കൂടെ ആണ്? നമ്മുടെ എർത്തിന്റെ കൺട്രോളിലും കൂടെ ആണല്ലോ. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ g എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിനെ നിങ്ങൾക്ക് ഈ ഇക്വേഷനിലെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഇക്വേഷൻസ് ഞാനൊന്ന് പറയുവാണ്. ഓക്കെ, മാക്സിമം ഹൈറ്റ്, maximum vertical point reached by the projectile. Okay, equation നോക്കിയേ, h equals u square, ഈ u 0 എന്നൊന്നും നോക്കണ്ട, u square sin square theta by 2g. g നോക്കിയേ, g ഇവിടെ ഉണ്ട്. ഇനി horizontal range, ഇതിന്റെ maximum distance. Okay, പോവാൻ പറ്റുന്ന maximum distance ആണ് horizontal range r. Okay, u square sin 2 theta by g. ഇനി ലാസ്റ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് t. ഓക്കെ, ഇതിന് എത്തിപ്പെടാൻ മീൻസ് ഗ്രൗണ്ടിൽ എത്തിപ്പെടുന്ന എടുക്കുന്ന സമയം, ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ഓക്കെ, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നോക്കിയേ, 2u sin theta by g. ഓക്കെ, അപ്പം h u square sin square theta by 2g, ഇത് u square sin 2 theta by g, ഇത് 2u sin theta by g. അപ്പൊ 3 ഇക്വേഷൻസ് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ ഞാൻ പറയുവാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം കിട്ടുന്ന ആംഗിൾ ഏതാണ്? ആ ആംഗിൾ ഓർത്തിരിക്കുക, ആംഗിൾ 45 ഡിഗ്രി ആണ്. ഓക്കെ, സൈനിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1. ഓക്കെ, സൈനിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആ 1 കിട്ടുന്നത് എപ്പോഴാ? 90 ഡിഗ്രിയിൽ വരുമ്പോഴാണ്. ഓക്കെ, സൈനിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഈ 1 കിട്ടുന്നത് എപ്പോഴാ? സൈൻ 90 ഡിഗ്രി വരുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സൈൻ 2 തീറ്റ എന്നല്ലേ, സൈൻ 90 ആണ് വരേണ്ടത് മാക്സിമം റേഞ്ച് കിട്ടാൻ. ഓക്കെ, അപ്പം സൈൻ 90 വരുമ്പോൾ ഇത് എന്താവും? u സ്ക്വയർ ബൈ g ആവും. ഇനി സൈൻ 90 എന്ന് പറയുന്നത് 2 തീറ്റയാണ്. 90 എന്ന് പറഞ്ഞാൽ തീറ്റ എത്രയാണ്? 45 ഡിഗ്രി. 45 ഡിഗ്രി ആംഗിളിൽ നമ്മളൊരു സംഭവം പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ദൂരത്ത് ചെന്നായിരിക്കും വീഴുക, അതിൽ കൂടുതൽ ദൂരത്തിൽ പോകത്തില്ല. ആ മാക്സിമം റേഞ്ച് ആണ് എന്ത്? r max. മാക്സിമം റേഞ്ച് ആണ് u സ്ക്വയർ ബൈ g. ഓക്കെ, ഇത് എപ്പോഴാണ് വരുന്നത്? സൈൻ്റെ വാല്യൂ മാക്സിമം ആവുമ്പോൾ. സൈൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1, ഒന്നിൽ കൂടുതൽ ഒരു വാല്യൂ സൈൻ ഇല്ല. സൈനിന് 1 കിട്ടുന്നത് എപ്പോഴാ? ആംഗിൾ 90 ഡിഗ്രി വരുമ്പോൾ. പക്ഷെ ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും 2 തീറ്റയാണ്. 2 തീറ്റയാണ് 90 ഡിഗ്രി ആവേണ്ടത്. 2 തീറ്റ 90 ഡിഗ്രി ആവുന്ന പറഞ്ഞാൽ തീറ്റ എത്രയാ? 45 ഡിഗ്രി.
ഓക്കെ, 45 ഡിഗ്രി ആംഗിളിൽ മാക്സിമം റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ്, അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്ത് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് നോക്കാം. ഇനി ഇത് നോക്കിയേ, നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ഇക്വേഷൻസ്, ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഓരോരോ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം ഫിസിക്സിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇതിലെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെലഗ്രാം ചാനൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് കയറി ജോയിൻ ചെയ്യുക. അതിൽ നോട്ട്സും ക്ലാസ്സസും എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ച് ജോലി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട്. അപ്പം ഓക്കെ, താങ്ക് യു, ഹാപ്പി ലേണിംഗ്.